ഈ വർഷത്തെ നീറ്റ് എക്സാം നടക്കുന്ന അന്നോട്ട് വിവാദങ്ങൾ NTA പിന്നാലെ തന്നെയുണ്ട്. നീറ്റ് എക്സാം നടന്ന അന്ന് തന്നെ എക്സാം പേപ്പർ ലീക്കായെന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ടായി. പക്ഷെ അന്ന് അത് എക്സാം നടത്തുന്നതിലുണ്ടായ കാലതാമസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കൊണ്ടാണ് അത്തരം വാർത്തകൾ പുറത്തു വന്നത് എന്ന രീതിയിൽ ആ വിഷയത്തിനെ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് NTA പുറത്തു വരികയും വിവാദങ്ങൾ അതോടുകൂടി അവസാനിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ നീറ്റ് സ്കോർ പുറത്തു വരുമ്പോൾ അതിലും വലിയ വിവാദങ്ങളുടെ മുൻമുനയിലാണ് NTA ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നീറ്റിൽ ഒരു ശരി ഉത്തരത്തിന് 4 മാർക്കും ഒരു തെറ്റുത്തരത്തിന് -1 മാർക്കും ഒരു ഉത്തരം എഴുതാതെ വിടുകയാണെന്നുണ്ടെങ്കിൽ ഈ 4 മാർക്ക് ഇല്ലാതാവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഉത്തരത്തിന്, തെറ്റായ ഉത്തരത്തിന് 5 മാർക്കാണ് ഒരു വിദ്യാർത്ഥിയുടെ ടോട്ടൽ സ്കോറിൽ നിന്ന് ഇല്ലാതാവുന്നത്. അങ്ങനെ ആകെ മൊത്തം 180 ചോദ്യങ്ങളിൽ നിന്നായിട്ട് 720 മാർക്കാണ് നീറ്റിന് സ്കോർ ചെയ്യാവുന്ന പരമാവധി മാർക്ക്. മുഴുവൻ ഉത്തരങ്ങൾ ശരിയാക്കിയ ഒരു വിദ്യാർത്ഥിക്ക് 720 മാർക്ക് ലഭിക്കുകയും ഒരു ഉത്തരം തെറ്റിച്ച വിദ്യാർത്ഥിക്ക് അതിന്റെ സ്കോർ ആയിട്ടുള്ള 4 മാർക്കും തെറ്റിച്ചതിന്റെ 1 മാർക്കും അടക്കം 5 മാർക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു ഉത്തരം തെറ്റുന്ന വിദ്യാർത്ഥിക്ക് 715 മാർക്കാണ് ലഭിക്കുക. ബാക്കി എല്ലാ ഉത്തരങ്ങളും ശരിയാക്കിയും ഒരു ഉത്തരം വിട്ടുകളയുന്ന വിദ്യാർത്ഥിക്ക് 716 മാർക്കാണ് ലഭിക്കുക. 720 കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ സാധ്യതയുള്ള മാർക്കുകൾ 716ഉം 715ഉം ആണ്. പക്ഷെ ഇത്തവണ നീറ്റിന്റെ സ്കോർ പുറത്തു വന്നപ്പോൾ 2 വിദ്യാർത്ഥികൾക്ക് 718ഉം 719 മാർക്ക് സ്കോർ കാർഡിൽ കാണാനുണ്ടായി. ഇത് ആദ്യത്തെ 100 റാങ്കുകൾക്കുള്ളിൽ വന്ന വിദ്യാർത്ഥികളായതുകൊണ്ട് മാത്രമാണ് പബ്ലിക്കിന്റെ കണ്ണിൽപ്പെട്ടത്. കുറച്ചുകൂടെ താഴ്ത്തോട്ടുള്ള മാർക്കിലാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് കണ്ടെത്താൻ കഴിയില്ലായിരുന്നു. 68-69 റാങ്ക് വന്ന വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ 718, 719 എന്നിങ്ങനെയുള്ള വിചിത്രമായിട്ടുള്ള സ്കോറുകൾ വന്നിരിക്കുന്നത്. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നായിട്ട് ആരോപണങ്ങൾ വന്നതിന് പിന്നാലെയാണ് NTA ഇക്കാര്യത്തിൽ ഒരു വിശദീകരണമായിട്ട് മുന്നോട്ട് വരുന്നത്. അതും NTA വെബ്സൈറ്റിൽ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നതിന് പകരം ഒരു ട്വീറ്റിലൂടെയാണ് NTA ഇതിന് വിശദീകരണം നൽകുന്നത്. NTA പറയുന്നത് ഏതാനും സെന്ററുകൾ, അത് ഏത് സെന്ററുകൾ എന്ന പോലും വിശദീകരണം കൊടുത്തിട്ടില്ല. ഏതാനും സെന്ററുകളിൽ വിദ്യാർത്ഥികൾക്ക് സമയത്തിൽ വന്ന പരിമിതി മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രേസ് മാർക്ക് കൊടുത്തു എന്നാണ് NTA പറയുന്നത്. അപ്പൊ NTAയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മൾ ഇവിടെ ഒന്ന് വായിച്ചു നോക്കാം. NTA പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ നിന്ന് ഇതാണ് പറയുന്നത്. NTA receives few representations and court cases from the candidates of NEET UG 2024 raising concerns of loss of time during the conduct of the examination on 5/5/2024. Such cases representations were considered by NTA and the normalization formula which has been devised and adopted by the Honorable Apex Court judgment dated 13/6/2018. അതായത് ഒരു അപ്പെക്സ് കോർട്ടിന്റെ ജഡ്ജ്മെന്റിനെ ബേസ് ചെയ്തിട്ട് 13/6/2018 ഉണ്ടായ ഒരു ജഡ്ജ്മെന്റിനെ ബേസ് ചെയ്തിട്ട് ലോസ് ഓഫ് ടൈമിന് പകരം കോമ്പൻസേഷൻ മാർക്ക് കൊടുത്തതെന്നാണ് NTA പറയുന്നത്. ജഡ്ജ്മെന്റ് എന്താണെന്നോ അത്തരത്തിലൊരു കാര്യവും NTA പുറത്തു വിട്ടിട്ടില്ല. യൂസ് ചെയ്തിട്ടുള്ള ഫോർമുല എന്താണ്, അതായത് മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഫോർമുല എന്താണെന്നുള്ള കാര്യവും NTA പുറത്തു വിട്ടിട്ടില്ല. ഇനി ആർക്കൊക്കെയാണ്, ഏതൊക്കെ സെന്ററുകളിലാണ്, ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് രാജസ്ഥാനിലെ ഒരു സെന്ററിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ഇനി അവിടെ മാത്രമാണോ, ഇതിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തെ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ മാർക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തെ പറ്റിയിട്ടൊന്നും NTA ഒരു ക്ലാരിഫിക്കേഷൻ തന്നിട്ടില്ല. ഒരു ക്വസ്റ്റിന് 1 മിനിറ്റ് എന്ന രീതിയിലാണ് നമുക്കറിയാവുന്ന പോലെ നീറ്റ് എക്സാമിന്റെ ടൈം അലോക്കേഷൻ വരുന്നത്. അപ്പം 15 മിനിറ്റ് എക്സാം ഹോളിൽ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 15x4 എന്ന നിലയ്ക്ക് 60 മാർക്കാണോ കൊടുത്തേക്കുന്നത്, എത്തരത്തിലാണ് ഈ മാർക്ക് വന്നേക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ക്ലാരിഫിക്കേഷനും, ഇവിടെ ഏത് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് വിദ്യാർത്ഥികൾക്ക് മാർക്ക് അലോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിലും ഒരു ക്ലാരിഫിക്കേഷനും NTA ഇതുവരെ നൽകിയിട്ടില്ല. ഇതിൽ ഏറ്റവും അധികം സംശയം തോന്നാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ നീറ്റിന്റെ ഓൾ ഇന്ത്യ റാങ്കും മാർക്ക് ലിസ്റ്റ് ഒക്കെ പുറത്തു വരുന്ന സമയത്ത് 3 വിദ്യാർത്ഥികൾക്കാണ് ഓൾ ഇന്ത്യ തലത്തിൽ 720 മാർക്ക് ലഭിച്ചത്. പക്ഷെ ഈ വർഷം വരുമ്പോൾ 67 വിദ്യാർത്ഥികൾക്കാണ് 720 തന്നേക്കുന്നത്. അതുപോലെ തന്നെ 700-ന് മുകളിൽ മാർക്ക് ലഭിച്ചേക്കുന്നത് ഏകദേശം 2500-ലധികം വിദ്യാർത്ഥികൾക്കാണ്. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ പറയാം, വിദ്യാർത്ഥികൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, കഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് മാർക്ക് വന്നത്. അതല്ലെങ്കിൽ പിന്നെ പറയുന്ന ഒരു കാര്യം, എക്സാം വളരെ ഈസി ആയതുകൊണ്ടാണ് ഇത്രയും മാർക്ക് വരാൻ കാരണം. പക്ഷെ ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ, അത്ര കണ്ട് ഈസി പേപ്പർ ആയിരുന്നില്ല. അതായത് 1% വരെ ക്വസ്റ്റ്യൻസ്, നല്ലൊരു ശതമാനം ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ ഒരു നിശ്ചിത ശതമാനം, വളരെ കുറച്ചാണെങ്കിൽ പോലും ഒരു നിശ്ചിത ശതമാനം ക്വസ്റ്റ്യൻസ് വളരെ നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, വളരെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയധികം വിദ്യാർത്ഥികൾക്ക് ഇത്രയധികം സ്കോർ വരുമ്പം സ്വാഭാവികമായിട്ട് അതിൽ സംശയിക്കേണ്ട, ഇപ്പൊ വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ടും പഠിച്ചിട്ട് വന്ന കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സ്കോർ തന്നെയായിരിക്കും. അപ്പൊ അതിനെ സംശയിക്കുന്നത് തെറ്റാണ്. പക്ഷെ എങ്കിലും ഒരു കാര്യം പറയട്ടെ, ഒരൊറ്റ സെന്ററിൽ
എക്സാം എഴുതിയ ഏകദേശം അടുത്തടുത്തിരിക്കുന്ന 6ഓളം വിദ്യാർത്ഥികളാണ് ഈ ടോപ്പ് റാങ്കിന്റെ അകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം വളരെയധികം സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ ഈ നീറ്റ് എൻട്രൻസ് കോച്ചിങ് രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വിദ്യാർത്ഥികളും എല്ലാം ഇതിനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത് NTA പോലുള്ള ഒരു ഏജൻസിയുടെ കയ്യിൽ നിന്ന് ഇത്തരം ഒരു സമീപനം ഉണ്ടാകുമ്പോഴാണ് അത് വളരെയധികം ഞെട്ടിക്കുന്ന ഒന്നായിട്ട് മാറുന്നത്. കാരണം NTA നീറ്റ് എക്സാം മാത്രമല്ല കണ്ടക്ട് ചെയ്യുന്നത്, എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആയിട്ടുള്ള JEE, അതുപോലെ മാനേജ്മെന്റ് എൻട്രൻസ് ആയിട്ടുള്ള CMAT, ഫാർമസ്യൂട്ടിക്കൽ എൻട്രൻസ് ആയിട്ടുള്ള GPAT, അതുപോലെ ഹയർ ലെവലിൽ റിസർച്ച് ക്വാളിഫയിങ് എക്സാം ആയിട്ടുള്ള UGC നെറ്റ് എക്സാം മുതലായ എക്സാംസ് നടത്തുന്ന ഒരു ഏജൻസിയാണ് NTA. അതുകൊണ്ട് തന്നെ NTAയുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ ഉണ്ടാക്കുമ്പോൾ അത് വളരെയധികം ഭയാനകമായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ്. ഈ റിസൾട്ട് ഇത്രയധികം ടെൻഷൻ ഉളവാക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ 650-640 മാർക്ക് സ്കോർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് പോലും ഈ വർഷം ഗവൺമെന്റ് സീറ്റ് കിട്ടുന്ന ഒരു അവസ്ഥ ഇല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും കഷ്ടമുള്ള ഒരു കാര്യം. കാരണം നീറ്റ് എക്സാമിന് 640-650 മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. അതിൽ പല വിദ്യാർത്ഥികളും റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടാവും, റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടാവും. ഒരു വർഷം, അതായത് 365 ദിവസം എല്ലാം മാറ്റി വെച്ചിട്ട് നീറ്റിന് മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. അപ്പൊ ഒരു വിദ്യാർത്ഥി എങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ ഒരു വിദ്യാർത്ഥിയുടെ എഫേർട്ട് മാത്രമല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എഫേർട്ട് ഉണ്ട്, അവിടെ പണത്തിന്റെ ചെലവുണ്ട്, ഒരു ഫാമിലി തന്നെ ആ വിദ്യാർത്ഥിയെ സപ്പോർട്ട് ചെയ്ത് അവരെ എൻകറേജ് ചെയ്ത് വിദ്യാർത്ഥിയുടെ പിന്നിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഇത്രയും നല്ലൊരു സ്കോറിലേക്ക് എത്തുള്ളൂ. അപ്പം ഇത്രയും നല്ലൊരു സ്കോറിൽ ഒരു വിദ്യാർത്ഥി എത്തിയിട്ടും ഗവൺമെന്റ് സീറ്റിൽ MBBS കിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഈ വർഷം നീറ്റിന്റെ സ്കോർ വന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ടോപ്പ് റാങ്ക്, അതായത് ഫസ്റ്റ് റാങ്ക് 67 വിദ്യാർത്ഥികൾക്കായിട്ട് പോവാണെന്ന് പറയുമ്പോൾ, അതായത് 720 സ്കോർ 67 വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇന്ത്യയിലെ ടോപ്പായിട്ടുള്ള MBBS കോളേജ് ആയിട്ടുള്ള എയിംസ് ഡൽഹിയിൽ പോലും ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടാത്ത, അതായത് ജനറൽ കാറ്റഗറിയിൽ ജനറൽ സീറ്റിൽ അഡ്മിഷൻ കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട് ഈ കൊല്ലം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടി കൂട്ടി വയ്ക്കുമ്പോഴാണ് NTA ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ ഒരു സംശയത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്നത്. ഇതിനെല്ലാം എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. കാരണം എക്സാം എഴുതിയ വിദ്യാർത്ഥികളും ഇന്ത്യ മുഴുവനുള്ള കോച്ചിങ് സെന്ററുകളും ആരും ഈ വിഷയത്തിൽ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. ഇതിനുത്തരം NTA തന്നെ പറയേണ്ടി വരും. എന്താണ് NTAയുടെ ഭാഗത്തു നിന്നുള്ള ഫർദർ റിപ്ലൈ എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് നിർത്തുകയാണ്.